ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളിന്നൊരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഡിസൈനിങ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിന് ഫസ്റ്റായിട്ട് ഏതൊരു വെബ്സൈറ്റ് എടുത്താലും അതിൻ്റെ മുകളിൽ എന്താ ഉണ്ടാവുക, ഫസ്റ്റായിട്ട് എന്താ ഉണ്ടാവുക, ഒരു നാവ് ബാർ ഉണ്ടാവില്ലേ, ഒരു മെനു ബാർ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ മെനു ബാറിൻ്റെ ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു മെനു ബാറിൻ്റെ ഒരു കോഡാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ഏതൊരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാലും അത് ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടാണ് വെബ്സൈറ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഏതൊരു വെബ്സൈറ്റ് ആണെങ്കിലും അതിൻ്റെ നാവ് ബാറിൻ്റെ കോഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഫിക്സ് ആയിട്ടുള്ള കോഡാണ്. നമ്മൾ പിന്നെ ഇതിനെ എന്താ ചെയ്യുക, കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പർപ്പസിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡിസൈൻ എങ്ങനെ വേണമെന്നുള്ളതിനനുസരിച്ച് നമ്മളതിനെ കസ്റ്റമൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു നോർമലായിട്ട് ഒരു ബൂട്ട്സ്ട്രാപ്പിൻ്റെ ഒരു നാവാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ കണ്ടോ, പ്രത്യേകിച്ച് സ്റ്റൈലുകളൊന്നുമില്ല. ഇവിടെ ബ്രാൻഡ് ഏതാണ്, ബ്രാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലോഗോ. ഇവിടെ ലോഗോ വെക്കാനായിട്ടുള്ളൊരു സ്പേസാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ മെനു ബാർ ഹോം, അബൌട്ട്, സർവീസ്, അങ്ങനെ ഒരു മെനു ബാർ റൈറ്റ് സൈഡിലുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഫസ്റ്റ് നമുക്കിതിന് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു കുറച്ചുകൂടെ നല്ലൊരു കളർ കൊടുക്കാം അല്ലേ. ഇപ്പോൾ നല്ലൊരു കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ഇതിന് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ കോപ്പി ചെയ്തിട്ട് നമ്മളവിടുന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് നമ്മളൊരു കസ്റ്റമായിട്ടൊരു സ്റ്റൈൽ ചെയ്ത് അതിനായിട്ട് ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ ഒരു ക്ലാസ് എഴുതാം. ഞാനിപ്പോൾ തൽക്കാലം മെനു ബാർ കസ്റ്റം എന്ന് പറയുന്നൊരു ക്ലാസ് എഴുതി. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മളതിനെ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ മെനു ബാർ കസ്റ്റം എന്നുള്ളതിനെ നമുക്ക് സ്റ്റൈൽ എഴുതാം. അതിനായിട്ട് ഞാൻ ആ ക്ലാസ്സിനെ അവിടെ നിന്ന് കോപ്പി ചെയ്തു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൂടെ അതിനകത്ത് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാനൊരു കളർ ചൂസ് ചെയ്തു. ഒരു ബ്ലൂ കളർ ഞാൻ കൊടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമുക്കിനി ഇതിനിപ്പോൾ കളറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കളർ നമ്മൾ മാറ്റണം. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം. ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ ഈ നാവിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. നാവ് ഡീഫോൾട്ട് എന്നുള്ളതിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൻ്റെ കളറ് ഞാനിപ്പോൾ ഈ കളറാക്കി, ഇതിൽ തന്നെ എഡിറ്റ് ചെയ്ത് ആ കളറാക്കി. അതുപോലെ തന്നെ ബോർഡർ കളറും ആ ഒരു കളറാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്റ്റൈലിനെ ഞാനിവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമുക്കിതിനെ ഇവിടെ ഓവർ റൈഡ് ചെയ്ത് എഴുതാം. നമുക്കെന്താ, നമ്മൾ ആ നാവ്ബാർ ഡിഫോൾട്ട് എന്നുള്ളതിനെ ഇവിടെ ഓവർ റൈഡ് ചെയ്ത് അതിന് കളർ കൊടുത്തു. അപ്പോൾ എന്തായി, മൊത്തത്തിൽ ആ ബാക്ക്ഗ്രൗണ്ട് ആ കളർ വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ULLA ആണ്. ഈ മെനു ബാർ എഴുതിയിരിക്കുന്നത് ഒരു ULLAക്കകത്താണ്. അപ്പോൾ അത് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നാവ് ബാറിൻ്റെ കളർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കളർ നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നൊരു കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ വൈറ്റ് കളർ നമ്മൾ ആക്കുക, ആ വൈറ്റ് കളറായി നമ്മൾ ചേഞ്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ നാവ് ബാറിൻ്റെ കോഡ് കോപ്പി ചെയ്യുക. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു അല്ലേ. ഇനി റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലോ ആ കളർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമുക്ക് മൗസ് ഓവറിൽ വേറൊരു കളറാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല, ഇത് തന്നെ കോപ്പി ചെയ്യുക, താഴോട്ടിടുക. എന്നിട്ട് എന്ത് ചെയ്യുക, നാവ് ബാറിനകത്ത് വരുന്ന LAയുടെ Aയ്ക്കകത്ത് വരുന്നതിൽ ഓവർ, ഇങ്ങനെയാണ് നമ്മൾ മൗസ് ഓവറിൽ വരുന്ന കളർ കൊടുക്കുക. അതിന് ഞാൻ മറ്റൊരു കളർ കൊടുത്തു, ഏകദേശം യെല്ലോ പോലെയുള്ളൊരു കളർ കൊടുത്തു. അപ്പോൾ എന്തായി, മൗസ് ഓവർ വരുന്ന സമയത്ത് ഒരു യെല്ലോ കളറായി അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഇതിനെ കുറച്ച് മാർജിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണ്ടല്ലേ. അപ്പം ഞാൻ ഈ നാവിന് എടുത്തിട്ട് ആ നാവിന് മാർജിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്
നോക്കാം. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഇതുണ്ടല്ലേ, മാർജിനോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ എന്താ മാർജിൻ ബോട്ടം എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രോപ്പർട്ടി. അപ്പോൾ നമ്മളതിന് ഇവിടെ തന്നെ ആ മാർജിൻ ബോട്ടം എന്നുള്ളത് കുറച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാനതിനെ കോപ്പി ചെയ്ത് നമ്മുടെ കസ്റ്റം സ്റ്റൈലിലേക്ക് ഇട്ടു. അപ്പോൾ എന്തായി, അതിലുള്ള സ്റ്റൈൽ പോയിട്ട് നമ്മളിവിടെ എഴുതിയിരിക്കുന്ന സ്റ്റൈലിലേക്ക് മാറി. അപ്പോൾ എന്തായി, അതിനാവ് കറക്റ്റായില്ലേ. ഇനി ഇവിടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതും നമുക്കിതുപോലെ കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റ് കൊടുത്തു. അതിൻ്റെ കളർ എന്താക്കുക, നമുക്കൊരു യെല്ലോ കളറോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറാക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നാവ് ബാർ ഇവിടെ നിന്ന് കോപ്പി ചെയ്തു ഞാൻ നമ്മുടെ പ്രോജക്റ്റിനകത്തേക്ക് ഇട്ടു. ഇപ്പോൾ എന്തായി, ഇപ്പോൾ ഒരു സ്റ്റൈലായി അല്ലേ, ഇപ്പോൾ ഒരു നാവ് ബാറായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്ത് എഫക്റ്റ് വേണമെങ്കിലും, ഇപ്പോൾ മൗസ് ഓവറിൽ എന്ത് എഫക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്തൊരു ബോക്സ് വരുന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് വരുന്ന സമയത്ത് മൗസ് ഓവർ വരുന്ന സമയത്ത് ബോർഡർ സോളിഡ് 1 പിക്സൽ യെല്ലോ എന്നുള്ളൊരു കളർ കൊടുത്തു. അപ്പോൾ എന്താവും, ആ മൗസ് ഓവർ വരുമ്പോൾ ഒരു യെല്ലോ കളറ് അതിൻ്റെ പുറത്ത് വരും അല്ലേ. അപ്പോൾ ഇനി മൗസ് വരുന്ന സമയത്ത് ഒരു യെല്ലോ കളറ് അതിൻ്റെ ചുറ്റിനും വരുന്നുണ്ട്. അതുപോലെ ഇനി നമുക്കിതിൽ വേറൊരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് പേജിലാണോ നിൽക്കുന്നത് അത് ആക്റ്റീവായിട്ട് കാണിക്കണം അല്ലേ. ആ ഒരു ഇത് സെലക്റ്റഡ് ആയിട്ട് ആക്റ്റീവായിട്ട് കാണിക്കണം. അതിനായിട്ട് നമ്മൾ ഏത് പേജിലാണോ നിൽക്കുന്നത് അത് ആക്റ്റീവായി കാണിക്കാനായിട്ട്, നമ്മളിപ്പോൾ ഹോം പേജിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ആങ്കർ ടാഗിനകത്ത് ആക്റ്റീവ് എന്ന് പറയുന്നൊരു ക്ലാസ് യൂസ് ചെയ്യുക, ആക്റ്റീവ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ നാവ് ബാർ അകത്ത് വരുന്ന നാവ് ബാറിനകത്ത് വരുന്ന അതിനകത്ത് LA വരെ മതി. LAക്കകത്ത് ആക്റ്റീവ് എന്ന് പറയുന്ന ക്ലാസ് ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഒരു എഫക്റ്റ് കൊടുക്കാം അല്ലേ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ട, നമുക്കൊരു പണിയാം, ബോർഡർ കൊടുക്കാം. ബോർഡർ സോളിഡ് 1 പിക്സൽ യെല്ലോ എന്നുള്ളൊരു കളറ് ഞാൻ കൊടുത്തു. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ എന്തായി, ഇതിൽ ആക്റ്റീവ് ക്ലാസ് കൊടുത്തതിന് അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടല്ലേ, അത് സെലക്റ്റഡ് ആയിട്ടൊരു ബോർഡർ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ യെല്ലോ എന്ന് പറയുന്നൊരു കളർ കൊടുത്തു. ഇപ്പം എന്തായി, ഈ യെല്ലോ കളർ അവിടെ വന്നു അല്ലേ, ആക്റ്റീവായിട്ട് യെല്ലോ കളർ വന്നു. കളർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ കൊടുക്കാം. അപ്പോൾ ആ ഒരു കളർ അവിടെ വന്നു. നമുക്ക് ഈ കളർ തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കളർ അവിടെ വന്നു അല്ലേ. ഇനി എന്ത് ചെയ്യാം, നമുക്കിതിന് വേണമെങ്കിൽ ബ്ലാക്ക് കളർ, അതിനകത്ത് വരുന്നതിന് വേണമെങ്കിൽ ബ്ലാക്ക് കളർ കൊടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ആക്റ്റീവിൽ കളർ ബ്ലാക്ക് എന്നുള്ളത് കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ കളർ വന്നിട്ടില്ല, ബ്ലാക്ക് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുക, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടിയാണ്. ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ഇവിടെ എഫക്റ്റ് ആവും. അഥവാ CSS എഴുതിയിട്ട് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി അവിടെ വരും. അപ്പോൾ നമ്മൾ ബേസിക് ഒരു നാവ് ബാർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇത് നമുക്ക് മൊബൈൽ വ്യൂവിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ, മൊബൈൽ വ്യൂവിൽ ചെക്ക് ചെയ്യുമ്പോൾ എന്താ ഇതിങ്ങനെ ആവൂലേ. ഇതാണ് റെസ്പോൺസീവ് നാവ് ബാർ എന്നുള്ളത്. മൊബൈലിലാകുമ്പോൾ ഒരു 3 ഡോട്ടായിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള ഇത് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് മെനു താഴേക്ക് വരും.
അപ്പോൾ ഇങ്ങനെയാണ് ഒരു റെസ്പോൺസീവ് നാവ് ബാറിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ബൂട്ട്സ്ട്രാപ്പ് നാവ് ബാറിനെ കസ്റ്റമൈസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കെരോസിലായിരിക്കും അല്ലേ, ഇനി അടുത്തതൊരു വെബ്സൈറ്റിൽ ഉണ്ടാകുന്ന ഒരു കെരോസിലായിരിക്കും, ഒരു സ്ലൈഡർ ഉണ്ടാവും. അപ്പോൾ ആ സ്ലൈഡറിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.